പവിത്രത്തിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ശുചീന്ദ്രത്ത് വെച്ച് അച്ഛനെ കാണാതായത് ശ്രീകാന്തും ചന്ദ്രശേഖരനും കൂടി പ്ലാൻ ചെയ്തതാണെന്നും വീട്ടിൽ നിന്നിറങ്ങിയില്ലെങ്കിൽ അച്ഛനെ കൊല്ലുമെന്ന് അവർ ഭീഷണിപ്പെടുത്തിയെന്നടക്കമുള്ള കാര്യങ്ങൾ വേദ വിക്രമിനോട് പറയുകയാണ്. അത് കേട്ട് ദേഷ്യം കയറിയ വിക്രം അപ്പോൾ തന്നെ അത് ചോദിക്കാനായി ശ്രീകാന്തിനരികിലേക്ക് പോകാനൊരുങ്ങി. പോകരുതെന്ന് പറഞ്ഞ് വേദ വിക്രമിനെ തടയുകയാണ്. എനിക്ക് വിക്രത്തിന്റെ നിരപരാധിത്വം തെളിയിക്കണം. അവരെ നിയമപരമായി ജയിലിലടയ്ക്കണം. മുത്തശ്ശന്റെ മുഴുവൻ ബിസിനസ്സുകളുടെയും അവകാശം എന്റെ പേരിലാണ്. അതെല്ലാം വിട്ടുകളയാമെന്ന് ഞാൻ കരുതിയതാ. ഇനി ഏതായാലും വേദ ഇത് തീരുമാനിച്ചിട്ടില്ല. ആ യുദ്ധം ജയിക്കുന്നതുവരെ വിക്രം ഞാൻ പറയുന്നത് പോലെ കേൾക്കണം. വേദ പറഞ്ഞു. നീ പറയുന്നതനുസരിച്ച് ഇനി മുന്നോട്ട് പോകുകയെന്ന് ഞാൻ അമ്മയ്ക്ക് പോരുന്നതിന് മുൻപ് വാക്കുകൊടുത്തിരുന്നു. ആ വാക്ക് ഞാൻ പാലിക്കും, വിക്രം വേദയോട് പറഞ്ഞു. വേദയോട് ദർശന്റെ കാര്യം സംസാരിക്കാനായി ശങ്കരനും പത്മവും മുകളിലേക്ക് വന്നിരിക്കുകയാണ്. കതകിൽ മുട്ടുന്നത് കേട്ട് പതിവ് പോലെ വിക്രം ബാത്റൂമിൽ കയറി ഒളിച്ചു നിന്നു. ശങ്കരൻ സംസാരിക്കാൻ തുടങ്ങി. നിന്റെയും ദർശന്റെയും വിവാഹം നടന്നിരുന്നുവെങ്കിൽ എന്നോ നമ്മുടെയൊക്കെ ജീവിതം മാറിപ്പോയേനെ. ലോകത്താരും കേട്ടാൽ പോലും വിശ്വസിക്കാത്ത നിന്റെ ആ തീരുമാനം എന്തിനു വേണ്ടിയായിരുന്നുവെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. ഞാൻ കരുതിയത് നീ നിന്നെ ആക്ഷേപിച്ചവനെതിരെ നിന്റേതായ രീതിയിൽ പ്രതികാരം ചെയ്യാനൊരു വഴി കണ്ടെത്തിയെന്നായിരുന്നു. പതിയെ പതിയെ നീ ആ കുടുംബത്തിന്റെ ഭാഗമാവുന്നതും ഞങ്ങൾ വേദനയോടെ കണ്ടതാണ്. നീ അവന് വേണ്ടി ഇത്രയൊക്കെ ചെയ്തിട്ടും അവന് നിനക്ക് നന്നാക്കാൻ കഴിഞ്ഞോ? അറിയാത്ത ആരുടെയോ കത്തിമുനയ്ക്ക് വേണ്ടി കാത്തിവെച്ചിരിക്കുന്ന ജീവിതത്തിന്റെ ആയുസേ നിന്റെ ഭർത്താവെന്ന് പറയുന്ന വിക്രമിനുള്ളൂ. വിക്രമിനൊത്തൊരു ജീവിതം ഒരു ഞാണിന്മേൽ കളിയാണ്. അത് അവസാനിപ്പിക്കുന്നതാണ് ബുദ്ധി. പകരം നിനക്ക് ഏറ്റവും ചേരുന്നത് ദർശനായിരിക്കും, ശങ്കരൻ പറഞ്ഞു. ഇത് കേട്ട് പത്മൻ ചോദിച്ചു. ചന്ദ്രശേഖരനുമായി ഞങ്ങൾ സംസാരിക്കട്ടെ മോളെ. അന്ന് ഞാൻ ഈ വീട്ടിൽ നിന്നിറങ്ങിയതിന് നിങ്ങളറിയാത്ത മറ്റൊരു കാരണം കൂടിയുണ്ടായിരുന്നു, വേദ പറഞ്ഞു. അന്ന് ഉറക്കത്തിൽ ഒരു സ്വപ്നം കണ്ട് ഞെട്ടി എഴുന്നേറ്റ ഞാൻ അച്ഛനും ചേട്ടനും കൂടി വിക്രമിനെ ഇല്ലാതാക്കാൻ പ്ലാൻ ഉണ്ടാക്കുന്നത് കേൾക്കാനിടയായി. ഞാൻ മുഖേന ഒരു ജീവൻ നഷ്ടപ്പെടുന്നത് എനിക്ക് സഹിക്കാനാകുമായിരുന്നില്ല. ഞാൻ വിക്രമിന്റെ വീട്ടിലേക്ക് പോയത് പ്രതികാരം ചെയ്യാനല്ല, ഒരു ജീവന് കാവൽ നിൽക്കാനാണ്. പിന്നെ ദർശൻ എനിക്കെന്നും എന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കും. മറ്റുള്ളവർ ദർശനും ഞാനുമായുള്ള വിവാഹം നടക്കണമെന്ന് ആഗ്രഹിക്കുന്നത് സ്വത്തുവകകൾ ആരുടെ കയ്യിലേക്കാണ് എത്തിച്ചേരുകയെന്ന ആശങ്ക കൊണ്ടാണ്. ഇനിയും ഒരുപാട് പറയാനുണ്ട്. പിന്നെ ജീവിതമുള്ളത് വിക്രമിന്റെ വീട്ടിലാണ്, നാടകം അരങ്ങേറുന്നത് നമ്മുടെ വീട്ടിലും, വേദ പറഞ്ഞു. ഇതെല്ലാം ബാത്റൂമിൽ നിന്ന് കേട്ട വിക്രം തളർന്നിരുന്നു പോയി. ഇങ്ങനെയെല്ലാം പറയേണ്ടി വന്നല്ലോ എന്നോർത്ത് വേദയും കരയുകയാണ്. വാസവന്റെ അനുയായി ജോണി പുളിക്കൻ നാഗർകോയിലുണ്ടെന്ന വിവരം കിട്ടിയിട്ട് അതറിയിക്കാൻ ചന്ദ്രശേഖരന്റെയും ശ്രീകാന്തിന്റെയും അടുത്തെത്തിയിരിക്കുകയാണ്. വിക്രമിന്റെ ഫ്രണ്ടിൽ ഒരാൾക്കാ ഈ വിവരം കിട്ടിയത്. വിക്രമല്ലെന്ന് വാസവൻ സാറിന് മനസ്സിലായി എന്ന് ജോണി അവരോട് പറയുകയാണ്. വാസവൻ എത്തുന്നതിന് മുൻപ് നമുക്കവിടെ എത്തണമെന്ന് ചന്ദ്രശേഖരൻ ശ്രീകാന്തിനോടായി പറഞ്ഞു. അപ്പോൾ അടുത്ത എപ്പിസോഡിനായി നമുക്ക് കാത്തിരിക്കാം. അതുവരേക്കും ബൈ.